Next topic, potential energy of a system of charges. ഒന്നിലധികം charges ഉള്ള ഒരു system. അതിലെ total potential energy ആണ് നമുക്ക് derive ചെയ്യേണ്ടത്. First we are considering the system of two charges. രണ്ട് charges Q1 and Q2. ആ ഒരു സിസ്റ്റത്തിലെ total potential energy derive ചെയ്യാം. അതിനായി ഒരു positive charge Q1 first consider ചെയ്യാം. ഈ positive chargeൽ നിന്നും at a distance ഉള്ള ഒരു point ആണ് P. ഈ ചാർജിൽ നിന്നും ഈ പോയിന്റ് P യിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് R എന്ന് മാർക്ക് ചെയ്യാം. ഈ P എന്നുള്ള പോയിന്റിൽ Q1 എന്നുള്ള ചാർജ് ഒരു പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. The potential due to the charge Q1 at point P, that is V1 is equal to 1 by 4 pi epsilon 0 Q1 by R. അപ്പോൾ ഈ ചാർജ് Q1 P എന്നുള്ള പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് V1 is equal to 1 by 4 pi epsilon 0 Q1 by R. ഈ P എന്നുള്ള പോയിന്റിലേക്ക് ഒരു പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ബ്രിങ് ചെയ്യണം. അപ്പോൾ വളരെ ലാർജ് ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് ഇൻഫിനിറ്റി എന്ന് വിളിക്കാം. ആ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ചാർജ് ആണ് Q2, ഒരു പോസിറ്റീവ് ചാർജ് തന്നെ. ഈ പോസിറ്റീവ് ചാർജിനെ P എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഈ Q1നും Q2വിനും രണ്ടും പോസിറ്റീവ് ചാർജ് തന്നെയാണ്. ആ രണ്ട് ചാർജുകൾക്കും ഇടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഈ Q2വിനെ P യിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഓൾറെഡി കണ്ടതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ്, ഒരു പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അത് കണ്ടു. അങ്ങനെ വർക്ക് ചെയ്ത് ഈ പോയിന്റ് ചാർജ് Q2വിനെ P എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഇരുന്ന Q2 എന്നുള്ള ചാർജിനെ Q2 എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവന്നു. അതിന് ആവശ്യമായിട്ടുള്ള വർക്ക്, that is the work done in bringing the charge Q2 from infinity to the point P is W is equal to QV. ഇവിടെ നമ്മൾ ബ്രിങ് ചെയ്ത ചാർജ്, കൊണ്ടുവന്ന ചാർജ് Q2 ആണ്. അപ്പോൾ അതിനാൽ ഇവിടെ Qവിന്റെ പ്ലേസിൽ നമുക്ക് Q2 എന്ന് എഴുതാം. ആ പോയിന്റ് P എന്നുള്ള പോയിന്റിലേക്കാണ് കൊണ്ടുവന്നത്. ആ P എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ V1 ആണ്. അങ്ങനെയാണെങ്കിൽ V യുടെ പ്ലേസിൽ നമുക്ക് V1 എന്ന് എഴുതാം. Then the work W is equal to Q2 V1. ഇവിടെ V1ന്റെ വാല്യൂ 1 by 4 pi epsilon 0 Q1 by R ആണ്. ആ വാല്യൂ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then W is equal to Q2 into 1 by 4 pi epsilon 0 Q1 by R. ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. W is equal to 1 by 4 pi epsilon 0 Q1 Q2 by R. ഈ ഒരു വർക്ക് ചെയ്താണ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഇരുന്ന ചാർജ് Q2വിനെ ഈ ഒരു പോയിന്റ് P യിലേക്ക് കൊണ്ടുവന്നത്. ദിസ് വർക്ക് W is equal to 1 by 4 pi epsilon 0 Q1 Q2 by R. ഈ വർക്ക് ഈ സിസ്റ്റത്തിനകത്ത് Q1 Q2 രണ്ട് ചാർജസ് അടങ്ങിയ ഈ സിസ്റ്റത്തിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. That is, this work get stored in the form of potential energy of the system. Thus, the potential energy നമുക്ക് ഇപ്രകാരം എഴുതാം. U is equal to 1 by 4 pi epsilon 0 Q1 Q2 by R. അപ്പോൾ ഈ വർക്ക് തന്നെയാണ് ആ സിസ്റ്റത്തിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജിക്ക് ക്യാപിറ്റൽ ലെറ്റർ U ആണ് നമ്മൾ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. സോ ദ പൊട്ടൻഷ്യൽ എനർജി U is equal to 1 by 4 pi epsilon 0 Q1 Q2 by R. അപ്പോൾ ഒരു സിസ്റ്റം, 2 ചാർജസ് അടങ്ങിയ ഒരു സിസ്റ്റം Q1 and Q2വിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്നത് U is equal to 1 by 4 pi epsilon 0 Q1 Q2 by R. Potential energy of a system of 3 charges. 2 charges സിസ്റ്റത്തിലെ പൊട്ടൻഷ്യൽ എനർജി ഡിറൈവ് ചെയ്തു. ഇനി 3 ചാർജസ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഒരു പോയിന്റ് ചാർജ് Q1. Q1ൽ നിന്നും അറ്റ് എ ഡിസ്റ്റൻസ് ഒരു പോയിന്റ് P. P യിലേക്കുള്ള ഡിസ്റ്റൻസ് R12 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ P എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ചാർജ് Q1 അറ്റ് പോയിന്റ് P, that is V1 is equal to 1 by 4 pi epsilon 0 Q1 by R12. അപ്പോൾ P എന്നുള്ള പോയിന്റിൽ ചാർജ് Q1 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് V1 is equal to 1 by 4 pi epsilon 0 Q1 by R12. ഈ P എന്നുള്ള പോയിന്റിലേക്ക് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു ചാർജ് Q2വിനെ ബ്രിങ് ചെയ്യണം. അങ്ങനെ Q2 എന്നുള്ള ചാർജ് P എന്നുള്ള പൊസിഷനിലേക്ക് ബ്രിങ് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വർക്കിന്റെ ഇക്വേഷൻ ആണ് നെക്സ്റ്റ് എഴുതേണ്ടത്. So work done to bring the charge Q2
ഫ്രം ഇൻഫിനിറ്റി ടു പി, ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് Q2 എന്നുള്ള ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക്. വർക്കിന്റെ ഇക്വേഷൻ W is equal to QV ആണ്. ഇവിടെ ബ്രിങ് ചെയ്യുന്ന ചാർജ് Q2 ആണ്. ആ Q2 ഇരിക്കുന്ന ആ പോയിന്റ് P, ആ Pയിലെ പൊട്ടൻഷ്യൽ ആണ് V1. സോ വി ക്യാൻ റൈറ്റ് W1 is equal to Q2 V1. ഇപ്പൊ Q2 എന്നുള്ള ചാർജ്, ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ V1. സോ W1 is equal to Q2 V1. ഈ V1ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്കിന്റെ ഇക്വേഷൻ W1 is equal to 1/4πε0 Q1 Q2 by R12. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു ചാർജിനെ Q2 എന്നുള്ള ചാർജിനെ P എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. W1 is equal to 1/4πε0 Q1 Q2 by R12. Next we are considering a third point, P dash. അപ്പോൾ P dash എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ P dash എന്നുള്ള പോയിന്റിലേക്ക് Q1ൽ നിന്നുള്ള ഡിസ്റ്റൻസ് R13 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ Q2വിൽ നിന്ന് ഈ P dash എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ R23 എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇനി P dash എന്നുള്ള ഈ പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ Q1 എന്നുള്ള ചാർജ് P dashൽ ഒരു പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ Q2 എന്നുള്ള ചാർജും ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് P dash എന്നുള്ള ഈ പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്നത് Q1 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെയും Q2 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെയും സം ആണ്. അങ്ങനെയാണെങ്കിൽ P dash എന്നുള്ള പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ, the total potential at P dash due to the charges Q1 and Q2, that's equal to V2 equals, as potential നമ്മൾ V2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. V2 is equal to 1/4πε0 Q1 by R13. അതായത് ഫസ്റ്റ് ചാർജ് Q1 ആണ്. ആ Q1 P dashൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് 1/4πε0 Q1 by R13. ഇവിടെ Q1 ഇരിക്കുന്നത് R13 ഡിസ്റ്റൻസിലാണ്. അതിനാൽ Q1 by R13 പ്ലസ് Q2 എന്നുള്ള ചാർജ് P dash എന്നുള്ള പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് 1/4πε0 Q2 by R23. ഇവിടെ Q2 എന്നുള്ള ചാർജ് R23 ഡിസ്റ്റൻസിലാണ്. അതിനാൽ Q2 by R23. ഇനി ഇവിടെ നോക്കിയാൽ 1/4πε0 കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള ടേം ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് എടുത്താൽ we can write V2 is equal to 1/4πε0 into Q1 by R13 plus Q2 by R23. അപ്പോൾ V2 എന്നുള്ള പൊട്ടൻഷ്യൽ ഈ P1 എന്നുള്ള പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് ഈ V2 എന്നത്. V2 is equal to 1/4πε0 Q1 by R13 plus Q2 by R23. ഈ P1 എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ ഇനി ഈ സിസ്റ്റത്തിലെ തേർഡ് ചാർജിനെ കൊണ്ടുവരാണ്. അപ്പോൾ P dash എന്നുള്ള പോയിന്റിലേക്ക് തേർഡ് ചാർജ് Q3നെ ബ്രിങ് ചെയ്യണം. അങ്ങനെ ബ്രിങ് ചെയ്യണമെങ്കിലും ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി വർക്കിന്റെ ഇക്വേഷൻ എഴുതാം. വർക്ക് is equal to W is equal to QV ആണ്. ഇവിടെ നമ്മൾ ബ്രിങ് ചെയ്യുന്ന ചാർജ് Q3 ആണ്. അപ്പോൾ Qവിന്റെ പ്ലേസിൽ Q3 എന്ന് എഴുതാം. ഇനി ഈ പോയിന്റ് P ഡാഷിലെ പൊട്ടൻഷ്യൽ എന്നത് V2 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷനിൽ the work done to bring the charge Q3 from infinity to P dash W2 is equal to Q3 V2. അപ്പോൾ നമ്മൾ ബ്രിങ് ചെയ്ത ചാർജ് Q3, ആ പോയിന്റ് P ഡാഷിലെ പൊട്ടൻഷ്യൽ ആണ് this V2. So W is equal to QV എന്നതിന് പകരം W2 is equal to Q3 V2 എന്ന് എഴുതി. ഇവിടെ V2വിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്രകാരം ലഭിക്കും. W2 is equal to 1/4πε0. ഇവിടെ Q3 കൊണ്ട് Q1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Q1 Q3 എന്ന് വന്നു. അതുപോലെ Q3 കൊണ്ട് Q2നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ Q2 Q3 എന്ന് വന്നു. So the work done W2 is equal to 1/4πε0 Q1 Q3 by R13 plus Q2 Q3 by R13. അപ്പോൾ ഫസ്റ്റ് ചാർജ് Q2നെ ബ്രിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് this W1. ഇനി സെക്കൻഡ് ചാർജ് Q3നെ ബ്രിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് this W2. അപ്പോൾ ഈ ചാർജ് Q3 എന്നുള്ള ചാർജിനെ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ഓൾറെഡി Q1 എന്നുള്ള ചാർജും Q2 എന്നുള്ള ചാർജും ഉണ്ടായിരുന്നു. ആ സമയത്ത് ആവശ്യമായിട്ടുള്ള വർക്കാണ് ഈ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ചാർജസ് Q1, Q2 ആൻഡ് Q3നെ ഇപ്രകാരം അസംബിൾ ചെയ്ത് നിർത്തണമെങ്കിൽ ആവശ്യമായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് വർക്കിന്റെയും സം ആയിരിക്കും.
Therefore, the total work done in assembling the charges W is equal to, ഇവിടെ വർക്ക് 1/4πε0, ഇവിടെയും അതുപോലെ W2ന്റെ ഇക്വേഷനിലും 1/4πε0 കോമൺ ആണ്. ആ കോമൺ ആയിട്ടുള്ള ടേമിനെ ഔട്ട്സൈഡ് എടുത്തു, 1/4πε0. ബ്രാക്കറ്റിനകത്ത് Q1 Q2 by R12 ഫസ്റ്റ് ടേം, then Q1 Q3 by R13 second term, then third Q2 Q3 by R23. So the work done W is equal to 1/4πε0 into Q1 Q2 by R12 plus Q1 Q3 by R13 plus Q2 Q3 by R23. This work is stored as potential energy. ഈ 3 charges ഉള്ള ഈ സിസ്റ്റത്തിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഈ വർക്ക് സ്റ്റോർ ചെയ്യുന്നത്. So the potential energy of the system of 3 charges Q1, Q2 and Q3 is U is equal to 1/4πε0 Q1 Q2 by R12 plus Q1 Q3 by R13 plus Q2 Q3 by R23. So this is the potential energy of a system of 3 charges. Potential energy of a dipole in an external electric field. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ഡൈപോൾ പ്ലേസ് ചെയ്താൽ അതിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നെക്സ്റ്റ് ഡിറൈവ് ചെയ്യുന്നത്. വി ആർ കൺസിഡറിങ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒരു നെഗറ്റീവ് ചാർജ് ആൻഡ് പോസിറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. എപ്പോഴും ഡൈപോൾ മൊമെന്റ് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് ആയിരിക്കും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഡൈപോൾ മൊമെന്റ് P is in this direction. This dipole is making an angle theta with the electric field. ഇലക്ട്രിക് ഫീൽഡുമായി ഈ ഡൈപോൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ ഡൈപോൾ ഈ ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇരിക്കുമ്പോൾ പോസിറ്റീവ് ചാർജിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ചാർജിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് QE ആണ്. അതിന്റെ ഡയറക്ഷൻ ഇപ്രകാരമായിരിക്കും, അതായത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടെയും മാഗ്നിറ്റ്യൂഡ് വരുന്നത് QE തന്നെയാണ്. അതിന്റെ ഡയറക്ഷൻ വരുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇപ്രകാരമാണ് നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ഫോഴ്സസ് ആണ്. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് Q into E ആണ്. ഈ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പ്രൊഡ്യൂസസ് എ ടോർക്ക്. ഡ്യൂ ടു ദിസ് ടോർക്ക്, ഈ ടോർക്ക് മൂലം ഈ ഡൈപോള് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ ടോർക്കിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ടോർക്കിന്റെ ഇക്വേഷൻ വരുന്നത് ടോർക്ക് ആക്ടിംഗ് ഓൺ ദ ഡൈപോൾ ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E. P എന്നത് ഡൈപോൾ മൊമെന്റ്, ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ടോ ഈസ് ഈക്വൽ ടു വെക്ടർ P ക്രോസ് വെക്ടർ E. വി കൻ റൈറ്റ് ദിസ് ആസ് ടോ ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ഇതാണ് ഈ ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ഈ ടോർക്ക്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോർക്കിന്റെ വാല്യൂ ആണ് PE സൈൻ തീറ്റ. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. ഈ ടോർക്ക് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ ദിസ് ടോർക്ക് ടെൻസ് ടു റൊട്ടേറ്റ് ദി ഡൈപോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലാണ്. ആ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വരുന്ന വിധത്തിൽ ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ ടോർക്ക് ശ്രമിക്കുന്നത്. സോ we are supposing an external torque is produced on this dipole such that it neutralizes this rotating effect. അതായത് ഈ PE sin theta ഈ ടോർക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിന്റെ ഇഫക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന വിധത്തിൽ ഒരു എക്സ്റ്റേണൽ ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിനെ ഈ ഇൻ ദ പ്ലെയിൻ ഓഫ് ദിസ് പേപ്പർ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ എക്സ്റ്റേണൽ ടോർക്കിന് നമുക്ക് ടോ എക്സ്റ്റേണൽ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ദ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ടോർക്ക് വി ക്യാൻ റൈറ്റ് ദിസ് dW is equal to ടോ എക്സ്റ്റേണൽ ഇൻറ്റു ഡി തീറ്റ. ഇവിടെ ഡി തീറ്റ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഫുൾ ആംഗിൾ കൺസിഡർ ചെയ്യുന്നതിന് പകരം ഒരു സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ടോട്ടൽ ആംഗിൾ തീറ്റയിലെ ഒരു സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി തീറ്റ. വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡി തീറ്റ. ആ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ആണ് ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് dW. dW is equal to ടോ എക്സ്റ്റേണൽ ഇൻറ്റു ഡി തീറ്റ. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. വർക്ക് is equal to
ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ടോർക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ എക്സ്റ്റേണൽ ഇൻറ്റു ഡി തീറ്റ. ഈ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ടോർക്കിന്റെ സെയിം വാല്യൂ തന്നെയായിരിക്കും. ആദ്യത്തെ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റനെ ന്യൂട്രലൈസ് ചെയ്യുന്ന വിധത്തിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നത്. അതിനാൽ ഈ എക്സ്റ്റേണൽ ടോർക്കിന്റെ വാല്യൂവും എന്ത് തന്നെയായിരിക്കും? പി ഇ സൈൻ തീറ്റ തന്നെയായിരിക്കും. അതിനാൽ ഇവിടെ നമുക്ക് ടോ എക്സ്റ്റേണൽ എന്നതിന് പകരം പി ഇ സൈൻ തീറ്റ എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ഡി തീറ്റ. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇതിന്റെ ഇനീഷ്യൽ ആംഗിൾ, ഇനീഷ്യൽ പൊസിഷൻ തീറ്റ 0 ആയിരുന്നു. ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ ആയിരുന്നു. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിന്നിരുന്നതെന്ന് വെക്കുക. തീറ്റ 0 എന്നൊരു ആംഗിളിൽ നിന്ന് ഇങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലെ നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്താലാണ് ടോട്ടൽ വർക്ക് കിട്ടുക. ടോട്ടൽ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ തീറ്റ 0 ടു തീറ്റ 1. അതായത് ഇനീഷ്യൽ ആയിട്ടുള്ള ആംഗിൾ തീറ്റ 0യിൽ നിന്ന് ഒരു ഫൈനൽ ആംഗിൾ തീറ്റ 1 വരെയാണ് ഈ റൊട്ടേഷൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ലോവർ ലിമിറ്റ് തീറ്റ 0 എന്നും അപ്പർ ലിമിറ്റ് തീറ്റ 1 എന്നും കൊടുക്കാം. പി ഇ സൈൻ തീറ്റ ഡി തീറ്റ. ഇനി ഇവിടെ പിയും ഇയും കോൺസ്റ്റൻസ് ആണ്. സൈൻ തീറ്റയുടെ വാല്യൂ ആണ് ഇവിടെ വാരിയബിൾ. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റയാണ്. ദെൻ വി ക്യാൻ റൈറ്റ് പി ഇ മൈനസ് കോസ് തീറ്റ. അതിന്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് തീറ്റ 0 ആൻഡ് അപ്പർ ലിമിറ്റ് തീറ്റ 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. അതായത് മൈനസ് കോസ് തീറ്റയുടെ വാല്യൂ തീറ്റ 1 എന്ന് കൊടുക്കണം. മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് മൈനസ് കോസ് തീറ്റ 0 എന്നും വരും. Therefore we get W is equal to PE into minus cos theta 1 minus cos theta 0. That is W is equal to PE cos theta 0 minus cos theta 1. ഈ വർക്ക് ഈ ഡൈപോളിനകത്ത് എനർജി ആയിട്ടാണ്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. സോ U is equal to PE cos theta 0 minus cos theta 1. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ ആയിട്ട് എടുത്തിരുന്ന ആംഗിൾ, അതായത് ഇപ്പോൾ ഡൈപോൾ നിൽക്കുന്നത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലാണ് ആദ്യം ഇനീഷ്യലി ഡൈപോൾ സിറ്റുവേറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇനീഷ്യൽ ആംഗിൾ തീറ്റ 0 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ആംഗിൾ അതായത് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ഓർ പൈ ബൈ 2. സോ വി ക്യാൻ റൈറ്റ് ഇഫ് വി ടേക്ക് തീറ്റ 0 ഈസ് ഈക്വൽ ടു പൈ ബൈ 2. ഇവിടെ കോസ് പൈ ബൈ 2 എന്ന് വരും. കോസ് പൈ ബൈ 2ന്റെ വാല്യൂ അതായത് കോസ് 90 ഈസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് U ഈസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ. വി നോ എ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ആണ്. ഇവിടെ പി എന്നതും വെക്ടർ ആണ്, ഇ എന്നതും വെക്ടർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാം. ദെൻ വി ക്യാൻ റൈറ്റ് U ഈസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ മൈനസ് വെക്ടർ പി ഡോട്ട് വെക്ടർ ഇ. So this is the potential energy of a dipole in an external electric field.